തലക്കെട്ടിൽ ഞാൻ ചെറിയൊരു മാറ്റം നിർദ്ദേശിക്കുന്നുണ്ട്. കുറച്ചു കാലം ഞാനും പത്രാധിപരായിരുന്നുണ്ട്. കേരളത്തിലെ മാറുന്ന വ്യവസായ ലോകവും മാറേണ്ട മാധ്യമ സമീപനവും, അങ്ങനെ ഒരു തലക്കെട്ടിൽ ഭേദഗതി ഞാൻ നിർദ്ദേശിക്കുന്നുണ്ട്. പത്രാധിപന്മാരുടെ ഒരു പ്രധാന ജോലി തലക്കെട്ട് കൂടി നോക്കലാണ്. അപ്പൊ ജോണി പറഞ്ഞ ഒരു ഭാഗം വളരെ ശരിയാണ്. ഞങ്ങളും OV വിജയന്റെ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. പക്ഷെ ഞങ്ങളെ വേദനിപ്പിച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ കേരളത്തെ വേദനിപ്പിക്കരുത്. അതാണ് പ്രധാനം. നമ്മൾ വയ്ക്കുന്നത് രാഷ്ട്രീയമായ വിയോജിപ്പുകളാകാം, അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിലെ കുറവുകളാകാം. പക്ഷെ ഇത് നാട് ഉയരുന്നു എന്ന് പറയുമ്പോൾ ഈ നാട് മാറുന്നേ ഇല്ല എന്ന് സ്ഥാപിക്കാനേ ശ്രമിക്കാൻ പാടില്ല. എല്ലാവർക്കും സ്വാഗതം. ഈ ഫയർ സൈഡ് ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു ഹോട്ട് ടോപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഈ മാധ്യമ സമീപനവും കേരളത്തിന്റെ മാറുന്ന വ്യവസായ ലോകവും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു തർക്കവും വഴക്കമൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുമെങ്കിൽ അങ്ങനെയൊന്നുള്ളൊരു യാതൊരു ഉദ്ദേശവും ഇല്ല. അത് അംഗീകരിക്കാതിരിക്കുന്ന പ്രശ്നവുമില്ല. പിന്നെ മാധ്യമ സമീപനം എന്നൊക്കെ പറയുന്നത് കുറെ കാലം മുമ്പ് OV വിജയൻ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് വേണ്ടി EMSനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് AKG സെന്ററിൽ വന്നു. അപ്പൊ അദ്ദേഹം കുറച്ചു നേരം EMSനെ കണ്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയും സമത്വബോധവും എല്ലാം അഭിമാനത്തോടു കൂടി ഓർത്തിട്ട് അദ്ദേഹം EMSനോട് വികാരാധീനനായിട്ട് പറഞ്ഞു, അതായത് ഞാൻ സഖാവിനെ, പാർട്ടിയെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം EMS പറഞ്ഞു, അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഞങ്ങളും കുറച്ച് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞു പോയി കഴിഞ്ഞാൽ പറയാൻ പലതും കാണും. അതിനുള്ളൊരു സമയമല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനിത് തുടങ്ങുന്നത്. മനോഹരമായ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പൊ അവർ തന്നെ പറയുന്നത് 2022 തുടങ്ങി ഇത്രയും കാലം കൊണ്ട് തന്നെ ഒരു 12,000 കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മുടെ പറമ്പുകളിലോ അല്ലെങ്കിൽ കടലിലോ എത്തുന്നതിന് തടയാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം, അവിടുത്തെ CEO എന്നുള്ള പോസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല, ചീഫ് ഇക്കോ ഓഫീസറാണ്. അതുപോലെ COO എന്ന് പറയുന്നത് ചീഫ് സീറോ ഓഫീസറാണ്, സീറോ വേസ്റ്റ് എന്നുള്ള ആണ്. CTO എന്ന് പറഞ്ഞ ടെക്നോളജി ഓഫീസർ അല്ല, ചീഫ് ട്രാഷ് ഓഫീസറാണ്. അത് അവരുടെ സങ്കല്പം തന്നെയാണ്. അങ്ങനെ നല്ല തുടക്കങ്ങൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളത്തിലുള്ള മുടക്ക് കുറവാണ് എന്നതല്ലേ വാസ്തവം. DYFI ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇതൊരു നവീനമായ തുടക്കമാണ്. ഓരോ സംഘടനയും അതാത് കാലത്തെ മനസ്സിലാക്കി നിരന്തരം പുതുക്കാൻ കഴിയേണ്ടതുണ്ട്. അതില് കേരളത്തിലെ യുവജന സംഘടനകൾക്കാകെ മാതൃകയായി DYFI മാറിയിരിക്കുന്നത്. ഇപ്പോൾ ബെന്യാമിനുണ്ട്, YLF വളരെ പ്രധാനപ്പെട്ടത് ഒന്നായി മാറി. ഇപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങൾ, ഈ ലഹരി മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു സംഘടന കേരളത്തിലുണ്ട്, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് പൊതുബോധത്തിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തലക്കെട്ടിൽ ഞാൻ ചെറിയൊരു മാറ്റം നിർദ്ദേശിക്കുന്നുണ്ട്. കുറച്ചു കാലം ഞാനും പത്രാധിപരായിരുന്നുണ്ട്. കേരളത്തിലെ മാറുന്ന വ്യവസായ ലോകവും മാറേണ്ട മാധ്യമ സമീപനവും, അങ്ങനെ ഒരു തലക്കെട്ടിൽ ഭേദഗതി ഞാൻ നിർദ്ദേശിക്കുന്നുണ്ട്. പത്രാധിപന്മാരുടെ ഒരു പ്രധാന ജോലി തലക്കെട്ട് കൂടി നോക്കലാണ്. അപ്പൊ ജോണി പറഞ്ഞ ഒരു ഭാഗം വളരെ ശരിയാണ്. ഞങ്ങളും OV വിജയന്റെ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. പക്ഷെ ഞങ്ങളെ വേദനിപ്പിച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ കേരളത്തെ വേദനിപ്പിക്കരുത്. അതാണ് പ്രധാനം. നമ്മൾ വയ്ക്കുന്നത് രാഷ്ട്രീയമായ വിയോജിപ്പുകളാകാം, അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിലെ കുറവുകളാകാം. പക്ഷെ ഇത് നാട് ഉയരുന്നു എന്ന് പറയുമ്പോൾ ഈ നാട് മാറുന്നേ ഇല്ല എന്ന് സ്ഥാപിക്കാനേ ശ്രമിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ ആധാരമാക്കേണ്ടത് ഫാക്ട്സ് ആണ്, ഔദ്യോഗികമായ വിവരങ്ങൾ, ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടിന്റെ മെത്തഡോളജി നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്തത പറയാം, അതിന്റെ ഇൻഫ്ലുവൻസിൽ വരുന്ന രീതിയെ നമുക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷെ ഫാക്ട്സ് ഈസ് ഫാക്ട്സ്, എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, നമ്മുടെ മാധ്യമ സമീപനം ഞാൻ പറയുന്നില്ല. ഇപ്പോ ഈ ഘട്ടത്തിൽ വന്ന പലതിൽ ഇപ്പോൾ 3 ലക്ഷം സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങി എന്നാണല്ലോ വ്യവസായ മന്ത്രി പറയുന്നത്. എന്നൊക്കെയാണ് ഈ നിങ്ങളുടെ ഈ മനോരമത്തെല്ലാം പറയുന്നത് എല്ലാവരും. എന്നാൽ എന്താണ് സ്റ്റാർട്ടപ്പ്, എന്താണ് MSME? നമ്മൾ MSME ആണ് പറയുന്നത്, ഇത് സ്റ്റാർട്ടപ്പ് ആണ്. സ്റ്റാർട്ടപ്പ് എന്റെ വകുപ്പല്ല, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. സ്റ്റാർട്ടപ്പിൽ നിന്നുള്ളത് എങ്ങനെയാണ് ആശയങ്ങൾ വരുന്നത്, അതിനെങ്ങനെ ഒരു ഇക്കോസിസ്റ്റം വരും. ഞാൻ ജോണിയോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. മലയാള മനോരമയുടെ വിരമിച്ച അല്ലെങ്കിൽ വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ഒരാൾ ഒഴികെ ആരെങ്കിലും സ്റ്റാർട്ടപ്പ് വില്ലേജിൽ പോയിട്ട് ഇത്രയും കാലത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്? പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ
മാധ്യമങ്ങൾ അതിൽ ഒരു ഫോക്കസ് കൊടുക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞത് മാധ്യമങ്ങളും പാർട്ടിയും സർക്കാരും ഒക്കെ പ്രവർത്തിച്ചു പോകുന്ന ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്, അതിന് മാധ്യമങ്ങൾ സമീപിച്ച രീതി ഒന്ന് നോക്കുക. അതിലെ വളരെ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാം, അതിനെ പറ്റി ഒരു തലക്കെട്ട് വന്നിട്ടുണ്ടാവാം. പക്ഷെ അതിന് കൊടുത്ത കവറേജ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരുന്നു. തന്നെയുമല്ല, നമ്മളുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രമല്ലല്ലോ, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധികളും പ്രതിപക്ഷവും എല്ലാം പങ്കെടുത്ത ആ സമ്മിറ്റ് ഒരു വലിയ തുടക്കമായിരുന്നു, വലിയൊരു ചുവടുവയ്പ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെയാണ് കണ്ടത്. പിന്നെ ഞാനൊരു കാര്യം മന്ത്രിയോട് ചോദിക്കട്ടെ, ചില കാര്യങ്ങൾ നമ്മൾ അർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഒരുപക്ഷെ കുറച്ച് ഇമോഷണൽ ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നെൻ്റെ ഒരു സംശയം. കാരണം ഒരുപക്ഷെ ഈ സമ്മിറ്റിന് വേണ്ടി തന്നെ മന്ത്രി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. യാത്ര ചെയ്തും അതിൻ്റെ വേണ്ടിയിട്ട് അത് സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ഒരു ദൗത്യം ചെയ്തതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ട് പറയാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ കണിക്കൂടെ മാത്രം നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നല്ലോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് മറ്റൊന്നും കൂടെ ആലോചിക്കാവുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കുറവ് ആക്ഷേപങ്ങളുള്ളത് ഈ വ്യവസായ വകുപ്പിനെ കുറിച്ചല്ലേ? വ്യവസായ വകുപ്പിന് ഇപ്പൊ മാധ്യമങ്ങൾ തന്നെ നോക്കുക, ഈ വ്യവസായ വകുപ്പിനെ കുറിച്ചിട്ട് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പോ ആരോഗ്യ വകുപ്പോ പൊതുമരാമത്ത് വകുപ്പോ അത്തരം വകുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ഈ വകുപ്പിനെ, വ്യവസായ വകുപ്പിനെ കുറിച്ച് മറ്റൊരു സമീപനമാണ് ശരിക്കും ഇപ്പോൾ മീഡിയ കാണിക്കുന്നത്. അത് ഏറ്റവും നല്ല ഒരു യഥാർത്ഥമായ മാതൃകയിലെത്തി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെ ഇതൊരു പുതിയൊരു ചുവടുവയ്പ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒരു മാറ്റം അവിടെ നടക്കുന്നുണ്ട് എന്നത് മന്ത്രിക്ക് ബോധ്യമായിട്ടില്ലേ? അത് ഞാൻ അവിടെ തന്നെ സമാപന വേദിയിൽ പറഞ്ഞിരുന്നു. കാരണം ഇത് നമ്മൾ എന്നതിലേക്ക് മാറി. അത് സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, പ്രതിപക്ഷം, മാധ്യമങ്ങളും. ഞാൻ എൻ്റെ കൺക്ലൂഷൻ റിമാർക്സിൽ സൂചിപ്പിക്കുകയല്ല. അത് ജോണി പറഞ്ഞ വളരെ ശരിയാണ്. പൊതുവെ ദൃശ്യമാധ്യമങ്ങൾ, അപ്പൊ ആ സമയത്ത് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ലൈവായി തന്നെ ഉദ്ഘാടന ചടങ്ങ്, അതോടൊപ്പം തന്നെ സമാപന ചടങ്ങ്, പിന്നെ അതുകൂടാതെ പലരും ഇൻവെസ്റ്റേഴ്സിനെ തന്നെ കണ്ടു. അപ്പൊ ഞങ്ങൾ പറയുന്നു വളരെ നല്ല ഇൻവെസ്റ്റ്മെന്റ് അറ്റ്മോസ്ഫിയർ വന്നു, വേറെ ചേട്ടില്ല എന്ന് പറയും. നമ്മൾ സംരംഭകരാണ് പറയേണ്ടത്. എല്ലാവരെയും അത്തരത്തിലുള്ള പോസിറ്റീവ് സമീപനം മാധ്യമങ്ങൾ സ്വീകരിച്ചു. മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ഇന്ത്യൻ എക്സ്പ്രസ്, കേരള കൗമുദി, ദീപിക, ഈ പത്രങ്ങളെല്ലാം ലീഡർ എഴുതുകയുണ്ടായി. അത് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജൻ AI കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോഴും വളരെ പോസിറ്റീവായി തന്നെ വാർത്തകൾ വരികയുണ്ടായി. അപ്പൊ ആ പോസിറ്റീവായ കാര്യത്തിൽ തന്നെ അത് മാറ്റാണ്, ആ മാറ്റം വയ്ക്കുന്നത്. പിന്നെ ഇപ്പൊ വ്യവസായ വകുപ്പ് കൊള്ളാം. പക്ഷെ വ്യവസായ വകുപ്പ് പ്രവർത്തിക്കുമ്പോൾ എല്ലാ വകുപ്പുകളും ചേർന്നിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങളുടെ ഒരു പ്രത്യേകത ഇത് ടീം വർക്കാണ്. ഈ ഞാൻ എന്നുള്ള ഭാവം ഞങ്ങളുടെ ടീമിനില്ല. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലാൻഡ് അലോട്ട്മെന്റ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചു. റവന്യൂ വകുപ്പ് സഹകരിച്ചില്ലെങ്കിൽ നടക്കില്ല. കാരണം റവന്യൂ ഇൻഡസ്ട്രി തർക്കത്തിലാണ് നിന്നിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഫുൾ ടൈം ഇന്റേൺഷിപ്പ് വേണം. IBM ആയിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യത്തെ അവരുടെ ആവശ്യം ഒരു ഇന്റേൺഷിപ്പ് വേണമെന്നുള്ളതാണ്, ഫുൾ ടൈം. അത് എൻ്റെ അധികാര പരിധി വരുന്നതല്ല. അപ്പോൾ തന്നെ നമ്മൾ VC-മാർ ഓൺലൈനിൽ കയറ്റി, അവർ ഡിഗ്രിയാണ്. CM-നോട് പറഞ്ഞു, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വ്യവസായത്തിൽ വരുന്ന മാറ്റം ഒരു വകുപ്പിന്റെ മാത്രം മാറ്റമല്ല, ഇത് കളക്റ്റീവ് വർക്ക്. അതിൽ മാധ്യമങ്ങളുടെ കൂടി ഒരു പിന്തുണ ഇപ്പൊ വരുന്നത് പോലെ തന്നെ എങ്ങനെ ഞാനതാ പറഞ്ഞത്, നമുക്ക് ഈ പോസിറ്റീവ് സൈഡ് കുറെ കൂടി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറയാം, ക്രിറ്റിസിസം പറയാം. അത് ഇത്തരം കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഭാവി തലമുറയ്ക്കുള്ളൊരു വഴിയാണല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ DYFIയുടെ ഈ പ്രോഗ്രാം നല്ലതാണ്. നാളെ വേറെ സംഘടന സംഘടിപ്പിക്കുമ്പോഴും അവർ ഈ മാതൃകയിലേക്ക് വരട്ടെ, അങ്ങനെ ഒരു മത്സരം ഈ രൂപത്തിലേക്ക് വരട്ടെ എന്നതാണ് എന്റെ കാഴ്ചപ്പാട്. കേരളത്തിന്റെ താല്പര്യം വരുമ്പോൾ ഏത് സർക്കാരാണ് ഭരണത്തിൽ എന്നത് നോക്കാതെ, അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ സർക്കാരാണ് എന്ന് പരിഗണിക്കാതെ തന്നെ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് 100% അതിനോട് യോജിക്കുന്നു. ഞാൻ പറയുന്നത് മുമ്പത്തേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു സംസ്കാരം ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ പറയണമല്ലോ, ഇത് ഒരു സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഒരു വകുപ്പിന്റെയോ ഒരു സംരംഭത്തെ കുറിച്ചിട്ട് നമ്മൾ PRD ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന അതേ പോലെ തന്നെ ആയിരിക്കത്തില്ല മുഖ്യധാര മാധ്യമങ്ങൾ ചിലപ്പോൾ അതിനെ സമീപിക്കുന്നത്. അതിന് ചില വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നതും അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരു മന്ത്രി തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കേരളത്തിൽ എത്രത്തോളം വ്യവസായ സംരംഭങ്ങൾ പുതിയതായിട്ട് തുടങ്ങി എന്ന് അന്വേഷിക്കുമ്പോൾ, അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ വന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ എത്ര വ്യവസായങ്ങൾ പൂട്ടി എന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഒരുപക്ഷെ ഈ ഒരു സ്ഥലത്ത് തുടങ്ങുമ്പോൾ മറു സ്ഥലത്ത് നമ്മൾ അത് അങ്ങനെ പൂട്ടി പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിന് ചെറിയൊരു തിരുത്തൽ ആവശ്യമുണ്ടോ
എന്നുള്ളത് ആലോചിക്കാൻ കൂടെ അത് ഉപകരിക്കും. അപ്പൊ അതിനെ അങ്ങനെയും കണ്ടുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് മാത്രം നോക്കാൻ പാടില്ല എന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പോ ഈ സംരംഭക വർഷത്തിൽ തുടങ്ങിയിട്ടുള്ള ഒത്തിരി സംരംഭങ്ങൾ. ഇപ്പോ ജോണി ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ പ്ലാസ്റ്റിക്കിന് MLA ഓഫീസ് കളമശ്ശേരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടർമാരെ കാണിച്ചത് എൻ്റെ ഓഫീസിന്റെ പുറത്തിരിക്കുന്ന ഈ ചെയറാണ്, ചെയറല്ല, ഒരു മേശ, ഡെസ്ക്, ഈ ബെഞ്ചാണ് ഇട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൽ നിന്ന് റീസൈക്കിൾ. എൻ്റെ ഓഫീസിൽ തന്നെ കളമശ്ശേരി MLA ഓഫീസിന്റെ പുറത്ത് ആളുകളിരിക്കുന്ന ആ ബെഞ്ചിലാണ് ഈ കമ്പനി പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറ്റിയിട്ടുള്ളതാണ്. അത് റിപ്പോർട്ടർമാരുടെ ഇടയ്ക്ക് പറയും നിങ്ങൾ ഈ ബെഞ്ചിൽ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു അങ്ങനെ ബെഞ്ച് ഉണ്ടോ നോക്കുന്നതല്ലാതെ വാർത്തയായിട്ട് വരില്ല. എന്നാൽ പോസിറ്റീവായിട്ട് കാര്യം പറയും. ഇപ്പോൾ മനോരമ ഏറ്റവും പോസിറ്റീവായ വാർത്തകൾ കൊടുക്കുന്ന ഒരു മാധ്യമമുണ്ട് മനോരമയ്ക്ക്, ഓൺലൈൻ ഇംഗ്ലീഷ് മനോരമ. അതിലൊരു വളരെ ദൈർഘ്യമേറിയ ഒരു സ്റ്റോറി ഉണ്ട്. ഇയർ ഓഫ് എന്റർപ്രൈസസ് എങ്ങനെ തമിഴ്നാട്ടിലെ കങ്കാവ് എന്ന് പറയുന്ന ഗ്രാമം, വെളിച്ചെണ്ണ ഗ്രാമത്തെ പ്രതിസന്ധിയിലാക്കി. ഡീറ്റെയിൽ സ്റ്റോറിയാണ്. കേരളത്തിൽ എത്ര വെളിച്ചെണ്ണ മില്ല് ഈ ഒരു വർഷം കൊണ്ട് തുടങ്ങി, അതെങ്ങനെ അവിടെ 96% പ്രൊഡക്ഷൻ കുറഞ്ഞു, ഞങ്ങൾ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്നു. വളരെ ഡീറ്റെയിൽ ആയ സ്റ്റോറി ഓൺലൈൻ മനോരമ. പക്ഷെ അത് മലയാളത്തിൽ കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മറ്റത് പറയണം. മറ്റത് പറയുമ്പോൾ എൻ്റെ അഭിപ്രായം, ഇപ്പോ ഇന്ത്യയിൽ 30% MSMEകൾ ആദ്യ വർഷം കൂട്ടുന്നു. കേരളത്തിൽ അത് ശരാശരി ഇപ്പൊ 15, ഈ വർഷം 9%. എന്നാൽ ഇത് കൂട്ടാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടി നിങ്ങൾ പറഞ്ഞാലാണ് ഒരു വിവരങ്ങൾ കൈമാറുക എന്ന മാധ്യമത്തിന്റെ പ്രാഥമിക ദൗത്യം നിർവഹിക്കപ്പെടുന്നു. MSME നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ, നിങ്ങൾ പറയല്ലോ ആത്മഹത്യ പരിഹാരമല്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രതിസന്ധി ഉണ്ടോ, നിങ്ങൾ വിഷമിക്കേണ്ട. സർക്കാർ എല്ലാ ജില്ലയിലും ഇപ്പൊ MSME ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട്, അവിടെ പോകാം. നിങ്ങൾക്ക് ഇനി GST റിട്ടേൺ അടയ്ക്കാൻ അറിയില്ലേ, വിഷമിക്കേണ്ട. എല്ലാ മാസത്തിന്റെ ഒരു ശനിയാഴ്ച നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്സ് സംഘടന ICAI സൗജന്യമായി നിങ്ങൾക്കൊരു സഹായം നൽകുന്നു. നിങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, വിഷമിക്കേണ്ട. സർക്കാർ ഇപ്പോൾ K-സ്റ്റോർ വഴി പ്രാദേശികമായി വിൽക്കാം. മറ്റത് പറഞ്ഞിട്ട് ഇതുകൂടി പറയുമ്പോൾ ഇതിലേക്ക് എത്തും. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരം കൂടി പലപ്പോഴും മാധ്യമങ്ങളുടെ വിമർശനങ്ങൾ തരുന്നുണ്ട് എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ രീതി അനുസരിച്ച് ഒരു ദിവസം കൊണ്ട് ഇതുപോലൊരു വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ കേരള ഇൻവെസ്റ്റ്മെന്റ് ഗ്ലോബൽ സമ്മിറ്റിന്റെ കവറേജിന്റെ അത് വളരെ വ്യക്തമായിരുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ചില കാര്യങ്ങളിൽ നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ സ്റ്റാർട്ടപ്പ് രംഗത്ത് വലിയ ഒരു മാറ്റം വന്നു എന്ന് പറയുന്നു. ഞാൻ മുമ്പ് ചോദിച്ചല്ലോ, എൻ്റെ കേരളത്തിലെ മുടക്ക് എന്ന് പറയുന്നത് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ബാംഗ്ലൂരിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ നോളജിന്റെ ഒരു കുറവ് ഇവിടെയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചില സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് അവർ ഇക്വിറ്റി വളരെ വേഗം തന്നെ ഡൈലൂട്ട് ചെയ്യും. ഒരു 10-15% ഡൈലൂട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഒരു 30% ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അത് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു അറിവിന്റെ കുറവ് കൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ B2C, ഇപ്പോൾ ബിസിനസ് ടു കസ്റ്റമർ, അങ്ങനത്തെ മോഡലിലുള്ള ചില സംരംഭങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തുടങ്ങിയ സംരംഭങ്ങൾ തന്നെ ഇപ്പോൾ വളരെ മുന്നിൽ കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊമാറ്റോ, സ്വിഗ്ഗി പോലത്തെ വലിയ മൂലധനം മുടക്കുള്ള സംരംഭങ്ങൾ വന്ന് ഇതിനെ അങ്ങോട്ട് തകർത്ത് കളയുന്നത് പോലെയാണ്. അപ്പൊ അത്തരം ചില കാര്യങ്ങൾ ഈ രംഗത്ത് നിലനിൽക്കുന്നത്, അതിപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. കൂടുതലായിട്ട് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാധ്യമ ശ്രദ്ധ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ മന്ത്രി ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ? അല്ല, അതിൽ ഒരു ഭാഗം ഞങ്ങൾ കണ്ടു. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഇക്കോസിസ്റ്റം കേരളത്തിലാണെന്ന് ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെടും. ഏഷ്യയിലെ അഫോർഡബിൾ ഇക്കോസിസ്റ്റം. അപ്പോൾ ചിലത് പറയും ഇവിടെ കാശ് കുറവിന് ആളെ കിട്ടും. അല്ല, ഇവർക്ക് ഇവിടെ തന്നെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഓൾസോ ഹാപ്പനിങ്. അതിലിപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്താണ്, ഞങ്ങൾ തന്നെ ഇടയ്ക്ക് മുഖ്യമന്ത്രി കൂടി ഞാൻ തന്നെ ഇവരായിട്ട് ആശയവിനിമയം നടത്തുകയുണ്ടായി. പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിന്റെ പ്രശ്നം, സ്പെസിഫിക് ടാലന്റ് ഒരു ഘട്ടം കഴിയുമ്പോൾ കിട്ടാതെ, ഒരു ഘട്ടം കഴിയുമ്പോൾ വികസിക്കുന്നതിൽ ചെറിയ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ തന്നെ റെക്കഗ്നൈസ് ചെയ്തു. അത് മാറ്റുമ്പോൾ ഇപ്പോൾ ഹഡൽ കണ്ടില്ലേ, ഇപ്പോൾ ഒരു വലിയ ലോകം ശ്രദ്ധിക്കുന്ന ഉത്സവമായിട്ട് മാറിയില്ലേ സ്റ്റാർട്ടപ്പുകൾ, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഉത്സവമായി മാറി. അപ്പോൾ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ മാധ്യമ സമീപനത്തിൽ വരേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിന്ന് വികസിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഇവർ തന്നെ അവാർഡ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് അനൂപ് അംബിയൊക്കെ വന്നിട്ട് അവർ കുറെ ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയപ്പോ, പണ്ട് നമ്മുടെ മാധ്യമങ്ങളിലെ ഒരു ഘട്ടത്തിലാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എനിക്ക് വരുന്നു. സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ ദേശാമനുള്ള ഒരു ബോധപൂർവ്വം ഫസ്റ്റ് പേജിൽ, മനോരമയാണ് അതൊക്കെ ആദ്യം തുടങ്ങുന്നത്, ഫസ്റ്റ് പേജിൽ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി കൂടി പ്ലേസ് ചെയ്യണം. അപ്പൊ വേണമെങ്കിൽ തോന്നാം ഈ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന് ഈ സർജിക്കൽ ബ്ലേഡ് കൊടുക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ
കമ്പനിയിലെ തൊഴിലാളി എങ്ങനെ ഒരു വലിയ സ്ഥാപനത്തിലേക്ക് എത്തി. ഞാൻ തന്നെ ഒരു കൈരളിയുടെ അവാർഡ് ദാനത്തിലാണ് അയാളുടെ അനുഭവം പറയണ കേട്ടത്. ഇപ്പൊ വലിയൊരു സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോ വ്യവസായ വകുപ്പ് തുടർച്ചയായി ജോണി പറഞ്ഞു ഞങ്ങളുടെ ഒരു ഓട്ടം ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ 24% മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ കേരളമാണ് നൽകുന്നതെന്ന് ഒരു മീഡിയം പുറത്തു കൊണ്ടുവന്നിരുന്നില്ല. ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ 12% കേരളത്തിൻ്റെയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഇക്കോ സിസ്റ്റം ഈ സ്റ്റാർട്ടപ്പിൽ നിന്നാണ് ഇത് പലതും വികസിച്ചേക്കുന്നത്. നമ്മൾ മെഡിക്കൽ ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള പുതിയ എമർജിങ് ഈ കട്ടേജ് ടെക്നോളജിയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാലും അതിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സസിന്റെ അതുപോലുള്ള തലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ നമ്മുടെ ട്രാവിസ് കലാനിക് യൂബർ, അതൊരു കൗതുക വാർത്തയായിരുന്നു. യൂബറിന്റെ ഒരു പ്രധാനപ്പെട്ട ആൾ 2007-08 ആ പ്രോഗ്രാം കോഡ് ചെയ്യാൻ വന്നിരുന്ന സ്ഥലം എവിടെയാണ്? ജോണി പോലും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇല്ലല്ലോ. വർക്കല ബീച്ചിൽ ഇരുന്നിട്ടാണ് പ്രോഗ്രാം കോഡ് ചെയ്യുന്നത്. ഒരു മാസം ട്രാവിസും സംഘവും ഒരു മാസം വർക്കല ബീച്ചിൽ വന്നിരുന്നിട്ടാണ്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വർക്കലേക്ക് ബസ്സിലാണ് പോണേ. ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ട്രാവലിന്റെ ഇത് കൂടി നോക്കിയാലോ, അത് ഒരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ ഡൽഹിയിൽ പിന്നീട് ഇന്ത്യ സന്ദർശനം വന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തനം ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണല്ലേ? അപ്പൊ അല്ലല്ല, ഞാൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങി തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ വർക്കലേക്ക് ബസ്സിൽ പോയി കണ്ടത് ഞങ്ങൾ ടീം മുഴുവൻ വർക്കല റിസോർട്ടിൽ ഇരുന്നിട്ടാണ് ഈ കോഡിങ് നടത്തുന്നത്. ഇത് ശരിക്കും ലോകം അറിയണ്ട. അപ്പൊ ഞാൻ ഈ മീറ്റിലും ഞാൻ ചുമതല എടുത്തതിന് ശേഷം ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത ഫുൾ പേജ് അഭിമുഖത്തിലും പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, വർക്ക് ഫ്രം കേരളം. അത് ഏറ്റവും നല്ല ഉദാഹരണം. അത് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് ഒരു പ്രോഗ്രാം ചെയ്യാൻ യൂബറിന്റെ CEO ഫൗണ്ടർ പറയുകയാണ്, ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ്. അപ്പൊ അത്ര കൗതുക വാർത്തയായിട്ട് പോലും നമ്മൾ വരുന്നില്ല, മാറ്റം വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവും കുറെ കൂടി നമുക്ക് മെച്ചപ്പെടുന്നത്. വെഡിങ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കേരളത്തെ ഉയർത്തി കാണിക്കുന്നത് പോലെ തന്നെ ഇവിടെ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് ചിന്തിച്ച് ആശയങ്ങൾ കണ്ടെത്തുക എന്നുള്ള ആ ആശയം വിൽക്കുക എന്നുള്ളതാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം വീണ്ടും വ്യക്തമാക്കട്ടെ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമം എന്ന് പറയുന്നത് അതൊരു വ്യവസായമാണ്. അവിടെ കേരളത്തിലെ വ്യവസായം മെച്ചമാകുകയും ഈ ആരോഗ്യകരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവുകയും അവർക്ക് പണം ഉണ്ടാവുകയും ഒക്കെ ചെയ്താലേ ഉള്ളൂ ഞങ്ങളുടെ മാധ്യമങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പരസ്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വ്യവസായം വളരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും. അങ്ങനെ പറയുമ്പം പിന്നെ മാറി നിന്നിട്ട് പരസ്യദാതാക്കളുടെ തീരുമാനമനുസരിച്ച് അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾ വ്യവസായം നടത്തുന്നതെന്നും ദേശാഭിമാനിയുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി പറയരുത്. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങള് ഒരു ഹർത്താലും നടത്തുന്നില്ല. ഇപ്പോ ഞങ്ങൾ ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമീപനം അങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ കഴിയുമോ എന്ന്. അത് ഈ DYFIക്കാരെല്ലാവരും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഞാനത് പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണ്. ഇവരാണ് അതിന്റെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മാറ്റം നമുക്കും വന്നിട്ടുണ്ടെന്ന് മന്ത്രി പറയണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സൗമ്യമായി ചോദിച്ച ജോണി നമ്മുടെ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒരു പ്രതീതി എന്താന്ന് വെച്ചാൽ ഇപ്പോ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ഐക്യം പൂർണ്ണമായി വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇപ്പൊ ഞാൻ VSന്റെ പ്രസംഗം നോക്കാം. ജിമ്മിൽ ഇത് പൊതുബോധം എന്താ VS പങ്കെടുത്തിട്ടില്ല എന്നാണ്. VSന്റെ അന്നത്തെ പ്രസംഗം, ഐ വാസ് ക്ലിയർ ദാറ്റ് ദ കൈൻഡ് ഓഫ് കൺസെൻസസ് he was talking about was different from the one that the opposition offered him. I want to set aside all apprehension regarding the position of the opposition and make it clear in no uncertain terms that the LDF, led by the CPIM, is fully committed to promoting all genuine proposals of investment. I am happy to let you know that there is consensus among political parties of the state and that the state of Kerala needs more investment for stepping up the tempo of development, even to sustain the past gains of our celebrated Kerala model of development. I am glad, therefore, to assure you that there would be a continuity of state policy in Kerala in promoting genuine investment proposals. ഇത് ആദ്യമായിട്ടല്ല, പക്ഷെ ഞാൻ ഇതെല്ലാം നമ്മുടെ ഇടയിൽ ആ സമയത്തായി ഞങ്ങളും വന്ന് അന്നത്തെ എതിർപ്പും ജോണിക്ക് വളരെ ചരിത്രബോധമുള്ള മാധ്യമ പ്രവർത്തനം എന്നല്ല അറിയാം. അന്നത്തെ എതിർപ്പ് മനോരമയിൽ വന്ന എതിർപ്പുകളില്ല. ഞാനിപ്പോ അത് വായിച്ച് നമ്മൾ ഈ ഐക്യം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ വിഴിഞ്ഞ പദ്ധതിയെ കുറിച്ചിട്ട് അതെ സർക്കാരിന്റെ അടുത്ത നിലപാടിനെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടതില്ല. അന്നത്തെ ഞാൻ ആ മാറ്റം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആ മാറ്റം ഉണ്ടെന്നുള്ളത്
എല്ലാവരുടെയും മുമ്പിൽ വ്യക്തമാക്കാൻ. കാരണം നമുക്കും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് നടന്ന കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ കൊയ്ത്ത് യന്ത്രത്തെ എന്നെ എതിർത്തു, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ എതിർത്തു, അത് കഴിഞ്ഞാണ് അത് മാറ്റിയത്. ഞാൻ പറഞ്ഞത് മാറ്റിയതെന്നുള്ളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ അന്ന് അത് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിരന്തരം ഇവിടെ നിന്നൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷെ മാറ്റമുണ്ടെങ്കിൽ ആ മാറ്റം അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രതിപക്ഷത്തിരുന്നാലും ബാധകമാണ്. എന്നാലേ ഉള്ളൂ ആളുകൾ അതിന്റെ ആ മെസ്സേജ് അതുപോലെ എടുക്കൂ എന്നാണ് എന്റെ തോന്നൽ. അതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത്. പക്ഷെ അന്ന് തർക്കം എവിടെയായിരുന്നു എന്നുള്ള ജോണിക്ക് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ വ്യവസ്ഥകൾ സംബന്ധിച്ചായിരുന്നു. അല്ലല്ല, ഞങ്ങളുടെ തർക്കമല്ല. അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ്, അന്നത്തെ MLA മാർ, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജിമ്മുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ചരിത്രബോധമുള്ള മാധ്യമപ്രവർത്തകരിൽ ജോണിയുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഞാനതിപ്പോ വീണ്ടെടുക്കുന്നില്ല. എന്നാൽ പൊതുവെ കൺസെൻസസ് ഞങ്ങളിപ്പോ ആലോചിക്കുന്നത്, ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ ഈ 3-ാം തീയതി ഇതുമായി സഹകരിച്ച സംഘടനകളുടെ യോഗം വിളിക്കുന്നുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, FICCI, CIA, അതോടൊപ്പം തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, പിന്നെ പ്രധാനപ്പെട്ട നമ്മൾ 48 സെഷനുകൾ ഉണ്ടായിരുന്നുണ്ട്, അതിന്റെ ആളുകൾ അത് വിളിക്കുന്നുണ്ട്. അതോടൊപ്പം ട്രേഡ് യൂണിയനുകളും വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ട്രേഡ് യൂണിയനുകൾ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. അത് പ്രധാനപ്പെട്ടതാണ്. അവരും ഒരു പിന്തുണ നൽകിയിട്ടുണ്ട്. അതെങ്ങനെ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ, ജോണി പറഞ്ഞ പോലെ, എങ്ങനെ നമുക്ക് കുറെ കൂടി ഒരു മെസ്സേജ് നൽകാൻ കഴിയുന്ന രൂപത്തിൽ. ഞാൻ അവിടെയും ഒരു കാര്യം ഞാൻ ഇതിലെല്ലാം പറഞ്ഞു. ഇന്ത്യയിലെ കഴിഞ്ഞ ഹിന്ദുവിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, യൂണിയൻ ലേബർ കമ്മീഷൻ. ഇന്ത്യയിൽ കഴിഞ്ഞ 1.5 ദശകം നടന്ന പണിമുടക്കങ്ങൾ 28% തമിഴ്നാട്ടിലാണ്, 17% മഹാരാഷ്ട്രയാണ്, 11% ഗുജറാത്താണ്. കേരളം ആക്ച്വലി അതിലില്ല. പക്ഷെ നമ്മുടെ പൊതുബോധം നിൽക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ആദ്യം ഞാൻ മന്ത്രിയെ ശേഷം ജോണിയുടെ അടുത്തായിരുന്നത്, ജോണിയുടെ ഹോട്ട് സീറ്റിലിരുന്ന്. അന്ന് ജോണി എന്നോട് ചോദിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്, വിമാനം പിടിച്ച ആളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞ കാര്യം അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഔദ്യോഗിക കാറിൽ ഒരു മുതലാളിയെ കൊണ്ടുവന്നാൽ അത് മാസങ്ങളോളം ചർച്ചയായിരിക്കും കേരളത്തിൽ. ഇത് പോസിറ്റീവായിട്ട് കാണുന്നുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ജോണി നോക്കിക്കോളൂ, കേരളത്തിലേക്ക് വിമാനം പിടിച്ച ആളുകൾ ഇങ്ങോട്ട് വരും, ഞങ്ങൾ വിമാനം അങ്ങോട്ട് അയക്കേണ്ടതില്ല. ഓർക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ സമ്മിറ്റിൽ വിമാനം പിടിച്ച ആളുകൾ വന്നു, ചാർട്ടേഡ് വിമാനം പിടിച്ചു വന്നു, കേരളം മാറി. പോയി എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ ഉള്ളതൊന്നും കൊണ്ടുപോയിട്ടില്ല, വേറെ ഒന്ന് തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം നമ്മൾ എല്ലാവരും ചേർന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ മാത്രമല്ല, അതെ, ആ മാറ്റം എന്ന് പറയുന്നത് വരുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതിപ്പോ ഞങ്ങൾ സർക്കാർ ആയതുകൊണ്ടുള്ള മാറ്റമല്ല. ഒരു പക്ഷേ ഇനി അടുത്ത ടൈമിൽ പ്രതിപക്ഷത്താണെങ്കിൽ പോലും, ഞാൻ പ്രതിപക്ഷത്തായിരിക്കും എന്നല്ല പറയുന്നത്, പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഈ സമീപനത്തിൽ, അതായത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ സംബന്ധിച്ച സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും സങ്കോചമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സങ്കോചമില്ലല്ലോ. കാരണം നേരത്തെ അനുഭവത്തിൽ ഇപ്പോ ഹൈവേ വികസനം നമ്മൾ കൃത്യമായ നിലപാടെടുത്താണല്ലോ. ഇത്ര മീറ്റർ ആകും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഓരോ പദ്ധതിയിലും. ഇപ്പോ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ചില പ്രചാരവേലകൾ ഞാൻ തന്നെ ഇത് കാണിച്ച് നമ്മുടെ ഒരു നിർമ്മിതികളുണ്ടല്ലോ, അതിനെ തുറന്ന് കാണിക്കുന്നത് അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോ എല്ലാ ട്രേഡ് യൂണിയനുകളും ഇപ്പൊ BPCLന്റെ 37,000 കോടിയുടെ പ്രൊജക്ട് വന്നു. അന്ന് CITU എല്ലാവരും ചേർന്ന് ഒരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം എല്ലാ ഗവൺമെന്റ് കാലത്ത് തുറന്നു. അതുകൊണ്ട് ബിഫോർ ടൈം അത് പൂർത്തീകരിക്കാൻ പറ്റി. അപ്പോ ഏത് ഗവൺമെന്റുകൾ വന്നാലും ജനങ്ങളാണല്ലോ വിലയിരുത്തുക, ഏത് ഗവൺമെന്റ് വരണം, വരേണ്ടതില്ല എന്നൊക്കെ ജനങ്ങളെ വിലയിരുത്തും. നമ്മൾ അതിലേക്ക് ഇപ്പൊ പോകേണ്ടതില്ല. ഇപ്പൊ ഒരു കൺസെൻസസ് പൊതുവെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇത് ഇങ്ങനെ അല്ലാതെ പോകാൻ പറ്റില്ല കേരളത്തിൽ. അതാ പ്രധാനം. കാരണം നമ്മുടെ ഈ സോഷ്യൽ സെക്ടറിലെ മാറ്റങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത് തന്നെ നിലനിൽക്കണമെങ്കിൽ EMS അദ്ദേഹത്തിന്റെ അവസാനം പങ്കെടുത്ത കേരള പഠന കോൺഗ്രസ് പറഞ്ഞൊരു ഭാഗമുണ്ട്. കേരള വികസന മാതൃക ലോകം അംഗീകരിക്കുന്നു. എന്നാൽ ഒരു ദൗർബല്യമുണ്ട്, അത് ഉത്പാദന മേഖലയിൽ മുന്നോട്ട് പോകില്ല. ഈ ദൗർബല്യം പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ നേട്ടം നിലനിർത്താൻ പറ്റില്ല. ഇതാണ് അന്ന് പറഞ്ഞ ഭാഗം. കഴിഞ്ഞ 2016 മുതലുള്ള ഗവൺമെന്റ് തുടർച്ച ഈ നേട്ടം ശക്തി ദൃഢീകരിക്കാൻ, അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനും ഒപ്പം ഈ കുറവ് പരിഹരിക്കാനാണ്. ഇനിയിപ്പോ കേരളത്തിന്റെ തന്നെ റവന്യൂ വരുമാനം വർദ്ധിക്കണമെങ്കിൽ, നമ്മുടെ ഈ ക്ഷേമകാര്യങ്ങൾ നിലനിർത്തണമെങ്കിൽ ആഭ്യന്തരമായ വളർച്ച ഇനി വേറെ ഉണ്ടാകണം. അതിൽ നമ്മുടെ MSME പ്രധാനപ്പെട്ട സ്ട്രെങ്താണ്, മറ്റു വ്യവസായങ്ങൾ സ്ട്രെങ്താണ്. നല്ല അന്തരീക്ഷം നിലനിർത്തണം. ഇപ്പൊ തന്നെ ചില ഒരു IT മേഖല ടെൻഷൻ ഉണ്ടായിരിക്കാം, അപ്പൊ സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സിനെ എങ്ങനെ നമ്മൾ അത്തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാം, അത് കുറെ കൂടി ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പുതിയ രൂപങ്ങൾ നമ്മൾ കണ്ടെത്തണം. അത് സമരമാകാം, ഇടപെടലുകളാകാം. പഴയതിന്റെ തനിയാവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇന്നിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റും. ഒരു വിശാല വീക്ഷണത്തിലാണ് ഇപ്പോൾ മന്ത്രി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കണം എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഇറ്റെക്സ് ഗാർമെന്റ്സിന്റെ സാബു ജേക്കബിനെ പോലെ ഒരാളെ ഈ പറഞ്ഞ
ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിലേക്ക് വിളിച്ചിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. അതിലിപ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ ഞങ്ങളുടെ ഇതിന് പ്രിപ്പറേറ്ററി മീറ്റിംഗ് തന്നെ വന്നിരുന്നു, ആ ഗ്രൂപ്പിന്റെ ആളായിട്ട് തന്നെ വന്നിരുന്നു. ഗോപി അതെ. പിന്നെ നമ്മൾ വീട്ടില് ഒരു കല്യാണം നടത്തുന്നില്ല, ധോണിയുടെ വീട്ടിൽ കല്യാണം. അതിന്റെ മുമ്പിൽ ഇരുന്നിട്ടൊരു നേരെ നിങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ ഒരാളെ കൊണ്ട് നിങ്ങൾ ആദ്യം ക്ഷണിച്ചിരുന്നു. നമ്മൾ ലോകത്ത് ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ വിളിക്കുകയാണ്. അപ്പൊ ഇയാളെ കൂടി മുമ്പിൽ ഇരുത്തുക. അല്ല, സാധാരണഗതിയിൽ സിമ്പിൾ ലോജിക്കിൽ നമ്മൾ ചെയ്യുമോ? ധോണിയാണെങ്കിൽ ചെയ്യുമോ? അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി നാടിന് വേണ്ടിയുള്ളതാണ്. അദ്ദേഹത്തിന് ഒഫീഷ്യലായിട്ട് നമ്മൾ ലെറ്റർ അയച്ചു, അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിക്ക് അയച്ചു. ഇദ്ദേഹം പങ്കെടുത്തു. ഞങ്ങൾ 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ആളുകളെ വിളിച്ചിരുന്നു. ഒരു സെഷൻ അതായത് നിങ്ങൾക്ക് ഇനി എത്ര ഫർദർ ഇൻവെസ്റ്റ്മെന്റ് പറ്റും, അതിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. 500 കോടി 1000 കോടി. ഇപ്പൊ നമ്മൾ എന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കല്ല ചർച്ച വരുന്നത്. ഒരുപക്ഷെ ആ മീറ്റിന്റെ അന്തരീക്ഷത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ട് മാറ്റിമറിക്കും. അങ്ങനെയൊന്നും മാറില്ല, അങ്ങനെയൊന്നും കേരളം മാറില്ല. അങ്ങനെ എന്തെല്ലാം നടന്നൂടെ? ഞാൻ പറഞ്ഞ നമ്മൾ വിളിക്കുമ്പോ ഞാൻ അവരുടെ നേരിട്ട് വിളിക്കുന്നില്ലല്ലോ, നമ്മൾ ഒഫീഷ്യലായിട്ട് അയക്കും. ഞാൻ അദ്ദേഹത്തിന് തോന്നിയത് നല്ലതാണ്. ഞാൻ കാണുന്ന പോസിറ്റീവ് സൈഡ്, എന്നെ കൂടി വിളിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പൊ തോന്നിയത് വളരെ സ്വാഗതാർഹമാണ്. അത് ശരിയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാളെ വിളിക്കേണ്ടതല്ല, എന്നാലും ഞങ്ങൾ വിളിക്കുന്നു, കാരണം ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യമാണ് മുന്നിൽ എന്നൊരു സന്ദേശം മറിച്ചും ആകാമായിരുന്നല്ലോ. അതാണ് പ്രധാനം. കേരളത്തിന്റെ താല്പര്യമാണ് മുന്നിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒഫീഷ്യലായിട്ട് എല്ലാവർക്കും ലെറ്റർ അയച്ചു. ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പൊ തോന്നിയല്ലോ അത് നന്നായി, എന്നെ കൂടി വിളിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയത് വളരെ നല്ലത് തന്നെ. പിന്നെ നിങ്ങൾ KSIDC നോക്കൂ. ഇപ്പൊ KSIDC ബോർഡ് നോക്കിക്കൂ. ഇപ്പൊ ചെയർമാൻ ശ്രീ ബാലഗോപാൽ, ബോർഡ് മെമ്പർമാരായിരിക്കും VK മാത്യൂസ്, അല്ലെങ്കിൽ ജിയോജിത്തിന്റെ ശ്രീ ജോർജ്, സിന്തേറ്റിന്റെ അജു ജേക്കബ്, നമ്മുടെ തലശ്ശേരിയിലെ മായൻ ഹാജി, വെസ്റ്റേൺ പ്ലൈവുഡിന്റെ. ഇവരൊന്നും രാഷ്ട്രീയമായിട്ട് ഞങ്ങളോട് യോജിപ്പുള്ളൂ അങ്ങനെയുള്ള അറിയാലോ. എന്നാൽ കേരളത്തിന്റെ വളർന്നു വരുന്ന ഇൻഡസ്ട്രി സെക്ടറിന്റെ പ്രതീകങ്ങളാണ് അവർ, വിജയകരമായി നടത്തിയവർ. അവരാണ് ഞങ്ങളുടെ ബോർഡ്. ഇവരാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ 1000 കോടിക്ക് മുകളിലുള്ളവർ വിളിച്ചു, 500 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ പ്രത്യേകം വിളിച്ചു, 100 കോടിക്ക് 500 കോടിക്കും മുകളിൽ ഇടയിൽ ടേൺ ഓവർ ഉള്ളവർ പ്രത്യേകം വിളിച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആരംഭിച്ച പുതിയ ഇൻവെസ്റ്റ്മെന്റോ ഫർദർ ഇൻവെസ്റ്റ്മെന്റോ പൈപ്പ് ലൈൻ ഉള്ളത് അവർ വിളിച്ചു. ഇങ്ങനെ എല്ലാവരും വിളിച്ചു, അതിലവർ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ലെറ്റർ അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് അതിന് പ്രസക്തിയില്ല. അദ്ദേഹം വന്നില്ല, വരേണ്ടതായിരുന്നു. അത് സ്ഥാപനത്തെ നമ്മൾ വിളിച്ചിരിക്കുന്നു. അപ്പൊ അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അവർക്ക് ഇത് പോസിറ്റീവായ ഭാഗം ഞാൻ പറഞ്ഞു. എന്നെയും കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തോന്നിയത് സന്തോഷകരം. അത് നമ്മളത് പരിഗണിക്കാൻ നോക്കുമ്പോൾ ഇപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഭരണത്തിലുള്ള സർക്കാരിന് മാത്രമല്ല, ആ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം പ്രതിപക്ഷം എന്ന് പറയുന്നതും സർക്കാരിന്റെ ഒരു തുടർച്ചയായിട്ട് ഒരുപക്ഷെ അവർ ഭരണത്തിൽ വരേണ്ടവരാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ പൊതുവെ കാണുന്ന ഒരു സമീപനം കേരളത്തിൽ അങ്ങനെയല്ല. നല്ല കാര്യങ്ങളാണെങ്കിലും ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും, ഞാൻ അതിനെ വിവേചിച്ച് പറയത്തില്ല, ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും എതിർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മാധ്യമങ്ങളെ മാത്രം അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിന്റെ സമീപനവും അങ്ങനെയായിരുന്നു. പക്ഷെ ഇത്തവണ പ്രതിപക്ഷം അതിൽ പങ്കെടുത്തു. ഇതിനു മുമ്പ് പലതും അവർ ബഹിഷ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അവർ പങ്കെടുത്തു. അവരുടെ സമീപനം വളരെ ആത്മാർത്ഥതയോടുകൂടി ഉള്ളതായിരുന്നു എന്ന് തന്നെയാണോ മന്ത്രി കരുതുന്നത്? അതെ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പങ്കെടുത്തെങ്കിലും ഇതുപോലൊരു അന്തരീക്ഷം വന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം മാറി നിൽക്കാൻ ഒറ്റപ്പെട്ടു പോകും. കേരളത്തിനൊപ്പമാണോ എന്നതാണ് ചോദ്യം. അതിലിപ്പോ ഞാൻ പറയും, ഞാനൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എല്ലാ മിനിസ്റ്റർ ഒരു പോഡ്കാസ്റ്റ് ചെയ്തെന്ന് വെച്ചു. ഞങ്ങൾക്ക് കുറച്ചൊരു 1.5 മണിക്കൂറാണ്. ഞാൻ പറഞ്ഞ പോഡ്കാസ്റ്റ് നമ്മൾ ഓട്ടത്തിനിടയിലാണ്, ഒരു ഗ്യാപ്പിൽ വന്നിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു 4 ദിവസം കൊണ്ട് അത് 1.5 ലക്ഷം പേരെ കണ്ടേക്കണേ. പിന്നെ നമ്മുടെ ലിങ്ക്ഡിൻ എൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം പോസിറ്റീവായിട്ടുള്ള വരും. മറ്റ് ഫേസ്ബുക്കിൽ പോലും മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ കരുതുന്നത് നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്, ചാനൽ ചർച്ച എല്ലാവരും കാണുന്നുണ്ട്, പത്രം എല്ലാവരും, അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോ ഈ പുതിയ തലമുറ ഉണ്ടല്ലോ, അവര് ഇതൊന്നും അങ്ങനെ കാണുന്നേ ഇല്ല. അവർക്ക് പുതിയ അവസരങ്ങൾ വരണം, പുതിയ സംരംഭങ്ങൾ വരണം, അതിനാവശ്യമായ പരിസരം ഉണ്ടാകണം. ഞങ്ങളുടെ ഈ കാഴ്ചപ്പാട് കുറെ കൂടി മാറിയിട്ടുണ്ട്. പഴയ നല്ല ഇപ്പോ വ്യവസായം നടത്തുന്നതും ഒരു സോഷ്യൽ പബ്ലിക് ഗുഡാണ്. തൊഴിൽ നൽകുന്നു, സമൂഹത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന് സംഭാവന ചെയ്യുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ സമീപനം എന്നുള്ളത്. നേരത്തെയും അതായിരുന്നു, പക്ഷെ കുറെ കൂടി വ്യക്തതയോടുകൂടി അതിലേക്ക് വരുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആത്മപരിശോധനയും ഈ കാര്യത്തിൽ ആവശ്യമാണല്ലോ. ഇപ്പൊ നമ്മുടെ ഈ 2ാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം അസെന്റ് കേരള മീറ്റ് നടത്തി. അതിലുണ്ടായ വാഗ്ദാനങ്ങൾ പിന്നെ എത്രത്തോളം മുന്നോട്ട് പോയി?
അല്ലെങ്കിൽ അതിനെന്താണ് സംഭവിച്ചത്? അത് ശരിക്കും മന്ത്രി വിലയിരുത്തിയിട്ടുണ്ട് കൃത്യമായി? അല്ല, അത് ഒന്നാം സർക്കാരിന്റെ ഘട്ടത്തില്ല. പക്ഷെ അത് ഒരു അന്തരീക്ഷം വിളിക്കും. ഞാൻ പറഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു ഈ പ്രധാനപ്പെട്ട ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, കണ്ടിന്യൂറ്റി, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അത് പ്രധാനപ്പെട്ടതാണ്. ഒരു സർക്കാരിന്റെ തുടർച്ച. ഞാൻ തുടങ്ങുന്നത് എന്റേതില്ല, ഇപിയുടെ അടിത്തറയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതിന്റെ മുന്നോട്ട് പോകലാണ്. അല്ലാതെ അതിന് നേരെ മറികടക്കേണ്ട കാര്യമില്ല എനിക്ക്. ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. അവരാണ് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, കേസ് സ്വിഫ്റ്റ് 8 നിയമങ്ങൾ ഭേദഗതി ചെയ്ത്, ഒറ്റ നിയമത്തിലൂടെ ഭേദഗതി ചെയ്ത് ഈ MSMEകൾക്ക് ലൈസൻസ് ഇല്ലാതെ 3 വർഷം പ്രവർത്തിക്കുക എന്നുള്ളത് എന്റെ ഇതല്ല, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ അല്ല, കഴിഞ്ഞ ഗവൺമെന്റിനെയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അതിന്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം മെച്ചപ്പെടുത്തി 50 കോടി രൂപ വരെ പുതിയ നിർവചനത്തിലേക്ക് എത്തിച്ചു. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്റെ അല്ല, ഇപിയുടെ സമയത്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ തുടങ്ങിയിട്ടില്ല. അത് പ്രായോഗികമായ പ്രശ്നം ഉണ്ടായിരുന്നു. 15 ഏക്കറിന് മുകളിലുണ്ടെങ്കിൽ പ്രൈവറ്റ് എസ്റ്റേറ്റ് പാടുള്ളൂ. ഞങ്ങളത് മാറ്റി 10-നും 10 ഉണ്ടെങ്കിലും കൊടുക്കാം. അപ്പൊ 31 കൊടുക്കാൻ പറ്റി. തുടക്കം അവിടെ നിന്നാണ്. ഇത് തുടർച്ചയാണ്. അല്ലാതെ ഞങ്ങളുടെ ഒരു തുടർച്ചയുണ്ട്. തുടർച്ച കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. ഒരു മുഖ്യമന്ത്രി തുടരുന്നു, ഗവൺമെന്റ് തുടർച്ചയാണ്, നയങ്ങൾ തുടർച്ചയാണ്. എന്നാൽ അന്നത്തേലും ഞാൻ പറഞ്ഞല്ലോ, ഈ അസന്റ് ആകാം, അതിന് മുൻപടുന്ന ജിമ്മാകും, ഇതെല്ലാം ഞങ്ങൾ റിവ്യൂ ചെയ്തു. ഒരു നല്ല നയം തുടരുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ തുടർച്ച തന്നെ ആവശ്യമാകണമെന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ തന്നെ അത് UDF അവരെ അവകാശപ്പെടുന്നുണ്ട്. അവരുടെ കാലത്ത് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം തുടങ്ങി, അതിന്റെ ഒരു തുടർച്ചയാണ് പിന്നീട് 2 പിണറായി സർക്കാരുകൾ കൊണ്ടുപോയതും. അത് നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തുടരുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനുള്ള ക്രെഡിറ്റ്, ഒരുപക്ഷെ ആ ക്രെഡിറ്റ് അവർക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ട പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ സഹകരിക്കാനായിട്ട് ഇടയാക്കിയെന്ന് വരാം. അതുകൊണ്ട് ആ ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പിശുക്കുണ്ടോ? ഒരു പിശുക്കില്ല. ആകെ നമ്മൾ പറഞ്ഞ സ്റ്റാർട്ടപ്പിന്റെ സംവിധാനം തുടങ്ങിയതാണ്. അന്നൊരു സൊസൈറ്റി ആയിരുന്നു, ഒരു പ്രൈവറ്റ് സംവിധാനമായിരുന്നു. അതിന് വേറെ ചില നിങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടി ചില അപകടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മത്തെ കുറെ വിവാദങ്ങൾ അറിയാലോ. അത് മാറിയത് പൊതു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോഴും പുറത്ത് ഈ സംരംഭക പറയുമ്പോഴും ഈ എടുത്തു കാണിക്കുന്ന ഇൻഡസ്ട്രീസ്, ഒരു സ്റ്റേറ്റിന് ആവശ്യമില്ല ഇത്രയും ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടെന്ന് മന്ത്രി തന്നെ പറയേണ്ടത്. ഞാൻ പറയാം, ഇത് ഞങ്ങളുടെ മാത്രം സംഭാവനയല്ല, ഇത് കേരളത്തിലുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാവരും ചേർന്ന് പറഞ്ഞുണ്ടാക്കിയത് കേരളത്തിൽ പെട്ടിക്കടിയും ബാർബർ ഷോപ്പും ബീവറേജും മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളും ഞങ്ങളുടെയും സംഭാവനയുണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടാകാം. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ട്, നിങ്ങളെന്ന് പറയാം. ആ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ അവതരിപ്പിക്കുന്ന നിർമ്മിച്ച കേരളം അല്ല യഥാർത്ഥ കേരളം. കേരളം ഇതാണ് കേരളത്തിന്റെ വസ്തുതകൾ. ആ വസ്തുതകൾ നമുക്ക് കൈമാറുമ്പോൾ തർക്കമുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജിമ്മും ഈ മറ്റേ അവരുടെ 2 സബ്മിറ്റ്, ഞങ്ങളുടെ സബ്മിറ്റ്, ഇന്ത്യയിൽ ആകെ നടന്ന സബ്മിറ്റുകളാകെ നോക്കി. ഇപ്പൊ മധ്യപ്രദേശിലെ സബ്മിറ്റിന്റെ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്റെ കിട്ടിയോ? മധ്യപ്രദേശിലെ സബ്മിറ്റിന്റെ ട്വിറ്ററിൽ നോക്കിയാൽ മതി, അവിടെ എങ്ങനെയാണ് സബ്മിറ്റ് നടന്നതെന്നുള്ള എന്റെ ചിത്രം വന്നിട്ടുണ്ട്. അപ്പൊ അത് കേരളത്തിലായിരുന്നു എനിക്ക് ഇപ്പൊ പുറത്തിറങ്ങാനേ പറ്റില്ലായിരുന്നു. പൂരി സബ്ജിക്ക് വേണ്ടിയാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം വന്നത്. ഇത് ഇൻവെസ്റ്റ് സബ്മിറ്റിലാണ്. ഞാനത് അവരെ കുറ്റപ്പെടുത്തല്ല ചെയ്തത്. അപ്പൊ ഞങ്ങൾ എല്ലാ സബ്മിറ്റും നോക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ആദ്യം തന്നെ 21 ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ 2ാമത്തെ യോഗത്തിൽ തീരുമാനിച്ചു, നമുക്കൊരു 3 വർഷം കൊണ്ട് റോഡ് മാപ്പ് കിട്ടും. 25 ഇൻവെസ്റ്റ് സബ്മിറ്റ്. അതിനെന്തൊക്കെ വേണം, നയങ്ങൾ ഏതൊക്കെ മാറണം, ഏതൊക്കെ പുതുക്കണം, ഏത് ചട്ടം ഭേദഗതി ചെയ്യണം, ഏത് പുതിയ ഉത്തരവുകൾ വേണം, അതിനെന്ത് വേണം, ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി കേൾക്കണം. എല്ലാ ജില്ലയിലും പോയി മീറ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു. ഒരു 10,000-3000 ഇൻവെസ്റ്റർ ഞങ്ങൾ നേരിട്ട് കേട്ടു. നിങ്ങളുടെ ഡിഫിക്കൽട്ടീസ് എന്താണ്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദ ഗവൺമെന്റ് ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെന്റ്? ഇതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. 2ാം റൗണ്ട് ഞങ്ങൾ ഇത് മാറ്റങ്ങൾ വരുത്തി. ഇവർ പറഞ്ഞതിൽ മിക്കവാറും കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തി. അന്നത്തെ ഞങ്ങൾ 2ാം റൗണ്ട് തുടങ്ങി. വാട്ട് ക്യാൻ വി ഡു ടുഗദർ ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്? ഇതായിരുന്നു 2ാമത്തെ ചോദ്യം. ഈ 2ാമത്തെ യാത്രയായി കഴിയുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. CIA വന്നു, FICCI വന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ വന്നു, ട്രേഡ് യൂണിയൻ വന്നു. ആ ഘട്ടത്തിലാണ് ഇയർ ഓഫ് എന്റർപ്രൈസസ്. 1 ലക്ഷം ടാർഗറ്റ് ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് 1 ലക്ഷം തുടങ്ങുമില്ലെന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കേരളത്തിൽ സംരംഭം സാധ്യമാകും. ഇതാ പ്രധാന ഒബ്ജക്റ്റീവ്. ആ 1 ലക്ഷം കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്ററുടെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME എന്ന് കിട്ടി. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെക്കഗ്നേഷൻ കിട്ടി. നമ്മളിത് നിങ്ങളുടെ എല്ലാം വിവാദം വന്നപ്പോൾ അപ്പൊ തന്നെ IIM ഇൻഡോറിനെ ചുമതലപ്പെടുത്തി ഡോക്യുമെന്റ് ചെയ്യാനും എന്തെങ്കിലും കുറവുണ്ടോ. ഇവിടെ ഞങ്ങളുടെ CMD ചുമതലപ്പെടുത്തി. IIM ഇൻഡോറിന്റെ ഡയറക്ടർ വന്നിട്ടാണ് പ്രസന്റേഷൻ നടത്തിയത്. എന്താണ് ഇതിന്റെ നേട്ടം, എക്കണോമി എങ്ങനെ ബാധിച്ചു, അതൊന്നും നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിലായതുകൊണ്ട്.
ഇപ്പൊ മന്ത്രിക്ക് തന്നെ അറിയാം, കേരളത്തിലായതുകൊണ്ട് ഇവിടെ സ്ഥലം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ വെള്ളം, വൈദ്യുതി, അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രൂവറിയുടെ പ്രശ്നം തന്നെ വന്നപ്പോൾ വെള്ളത്തിനെ ചൂണ്ടിക്കാട്ടിയാണ് ആളുകൾ അതിനെ എതിർക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലുള്ള സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. രണ്ട്, ഇവിടുത്തെ ചൂഷണം നടക്കാത്തൊരു സ്ഥലമാണ്. ഇപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും കേരളത്തെക്കുറിച്ച് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ട് പറയേണ്ടതാണ്. പല ആളുകളും വളരെ കുറഞ്ഞ കൂലി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും കേരളത്തിൽ വരാൻ കഴിയില്ല. അപ്പൊ അത്തരം പല പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ശശി തരൂര് നിർദ്ദേശിച്ചതുപോലെ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് രൂപവൽക്കരിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, ഞാൻ ഈ ഒരു 5000-ഓളം സംരംഭകരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ സംഘടനകളായിട്ട് തുടർച്ചയായി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞില്ല, CM വീണ്ടും ഈ 14-ാം തീയതി ഇവരെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. എന്നാൽ അദ്ദേഹം മറ്റു ആവശ്യങ്ങൾ പരിശോധിക്കും. പക്ഷെ നാം കാണേണ്ടത് കേരളത്തിൽ കൂലി കൂടുതൽ കൊടുക്കുന്നു എന്ന പ്രശ്നം അധികം ഉന്നയിക്കപ്പെടുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി വളരെ വരുന്നതാണ്. എപ്പോഴും ഞാൻ പറയുന്നത്, IBM തുടങ്ങുമ്പോൾ അവരെന്നോട് പറഞ്ഞു 100 പേര് ഒരു വർഷത്തിൽ എടുക്കുള്ളൂ. 1500 1600 പേരെടുത്തു. അതിന് കാര്യം എന്താ? അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ 100 പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു 2 പ്രൊഡക്ടിവിറ്റി ഒരു വർഷത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്തു, സക്സസ്ഫുൾ ടൂൾസ് ഡെവലപ്പ് ചെയ്തു. ഒന്ന് ഡെൽറ്റ എയർലൈൻ വാങ്ങിച്ചു, മറ്റൊന്ന് ഫേസ്ബുക്ക് വാങ്ങിച്ചു. ഒരു 10 കൊല്ലം പ്രവർത്തിക്കാനുള്ള വരുമാനം IBM-ന് കിട്ടി. ഇപ്പൊ 3000-ലേക്ക് എത്താണ്. 3000 IBM-ന്റെ ജോലി എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ശരാശരി എന്ന് പറഞ്ഞാൽ 600 കോടിയായി. അപ്പൊ അതോടുകൂടി സമ്പദ്ഘടന മാറും. മറ്റേ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ 10,000 പേര് ജോലി ചെയ്ത് 10,000 രൂപ കൊടുത്താൽ 120 കോടി ഒരു വർഷം കിട്ടാം. അപ്പൊ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇത്തരം പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇനിയിപ്പോ ഒരു ഉദ്ഘാടനത്തിന്റെ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കമ്മ്യൂണിറ്റി എന്ന് വന്നതിൽ സാധ്യമാകാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇപ്പോ വീണ്ടും ഇവരെ കേട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി ഈ 14-ാം തീയതി ഇരിക്കുമ്പോൾ ഇവരുടെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ മാത്രമല്ല, ഇത് ഈ ഇൻവെസ്റ്റ്മെന്റ് റിയലിസ്റ്റിക് ആക്കണം. കൺവേർഷൻ റേറ്റ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് 10-15 ഇന്ത്യയിലാകെ. നമുക്കൊരു 60% മുകളിലെങ്കിലാകണം. അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതാണ് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി തന്നെ അതിനുശേഷം ഇത് 3-ാം തീയതിയാണ്, 14-ാം തീയതി അല്ല, 3-ാം തീയതി ഇവരെ യോഗം വിളിക്കുന്നുണ്ട്. 14-ാം തീയതി മുഖ്യമന്ത്രി എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളെയും വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയും. അദ്ദേഹം പിന്നെ ട്രേഡ് യൂണിയൻ വിളിക്കുന്നു. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇന്നലെ ഞങ്ങളുടെ റിവ്യൂ ആയിരുന്നു. ഡാഷ്ബോർഡ് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ 1.52 ഇപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ 1.74 എത്തി. അത് കഴിഞ്ഞിട്ട് വന്നത് 1,74,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലാണ് ഇത് കഴിഞ്ഞപ്പോ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഡാഷ്ബോർഡിലേക്ക് ഒരു ഫിൽറ്ററിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നിച്ച് വന്നാൽ എനിക്ക് ജോണിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, കുറച്ച് സമയം ഈ പോസിറ്റീവായിട്ടുള്ള ഇത്തരം മറ്റെല്ലാവർക്കും വ്യവസായങ്ങൾക്ക് നിങ്ങൾക്കും നല്ലതാണല്ലോ. ഇതിൽ വന്നത് എന്താണ് സംഗതികൾ, ഏതൊക്കെ വരാൻ പോകുന്നു. എന്റെ മനസ്സിലുള്ളത് മാർച്ചിലെങ്കിൽ ആദ്യത്തെ ഒരെണ്ണത്തിന് കല്ലിടണമെന്നാണ്. ഏപ്രിൽ ആദ്യത്തെ ഒരെണ്ണത്തിനെങ്കിലും കല്ലിടണമെന്നാണ് എന്റെ മനസ്സിലുള്ളത്. അതിപ്പോ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. സിന്തേറ്റിന്റെ അജു ജേക്കബ്, നമ്മുടെ തലശ്ശേരിയിലെ മയൻ ഹാജി, വെസ്റ്റേൺ പ്ലൈവുഡിന്റെ, ഇവരൊന്നും രാഷ്ട്രീയമായിട്ട് ഞങ്ങളോട് യോജിപ്പുള്ളൂ അങ്ങനെയുള്ള അറിയാമല്ലോ. എന്നാൽ കേരളത്തിന്റെ വളർന്നു വരുന്ന ഇൻഡസ്ട്രി സെക്ടറിന്റെ പ്രതീകങ്ങളാണ് ഇവർ. വിജയകരമായി നടത്തിയവർ അവരാണ് ഞങ്ങളുടെ ബോർഡ്. ഇവരാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ 1000 കോടിക്ക് മുകളിലുള്ളവർ വിളിച്ചു, 500 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ പ്രത്യേകം വിളിച്ചു, 100 കോടിക്ക് 500 കോടിക്കും മുകളിൽ ഇടയിൽ ടേൺ ഓവർ ഉള്ളവർ പ്രത്യേകം വിളിച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആരംഭിച്ച പുതിയ ഇൻവെസ്റ്റ്മെന്റോ ഫർദർ ഇൻവെസ്റ്റ്മെന്റോ പൈപ്പ് ലൈൻ ഉള്ളത് അവർ വിളിച്ചു. ഇങ്ങനെ എല്ലാവരും വിളിച്ചു. അതിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ലെറ്റർ അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അദ്ദേഹം വന്നില്ല, വരേണ്ടതായിരുന്നു. അദ്ദേഹം സ്ഥാപനത്തെ നമ്മൾ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അവർക്ക് ഇത് പോസിറ്റീവായ ഭാഗം ഞാൻ പറഞ്ഞു. എന്നെയും കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തോന്നിയത് സന്തോഷകരം. നമ്മളത് പരിഗണിക്കാനേ നോക്കുമ്പോൾ ഇപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഭരണത്തിലുള്ള സർക്കാരിന് മാത്രമല്ല, ആ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം പ്രതിപക്ഷം എന്ന് പറയുന്നതും സർക്കാരിന്റെ ഒരു തുടർച്ചയായിട്ട് ഒരു പക്ഷേ അവർ ഭരണത്തിൽ വരേണ്ടവരാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ പൊതുവെ കാണുന്ന ഒരു സമീപനം കേരളത്തിൽ അങ്ങനെയല്ല. നല്ല കാര്യങ്ങളാണെങ്കിലും ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഞാൻ അതിനെ വിഭജിച്ച് പറയത്തില്ല, ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും എതിർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മാധ്യമങ്ങളെ മാത്രം അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിന്റെ സമീപനവും അങ്ങനെയായിരുന്നു. പക്ഷെ ഇത്തവണ പ്രതിപക്ഷം അതിൽ പങ്കെടുത്തു. ഇതിനു മുമ്പ് പലതും അവർ ബഹിഷ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അവർ പങ്കെടുത്തു. അവരുടെ സമീപനം വളരെ ആത്മാർത്ഥതയോടുകൂടി ഉള്ളതായിരുന്നു എന്ന് തന്നെയാണോ മന്ത്രി കരുതുന്നത്? അതെ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പങ്കെടുത്തെങ്കിലും ഇതുപോലൊരു അന്തരീക്ഷം വന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം മാറി നിൽക്കാൻ ഒറ്റപ്പെട്ടു. കേരളത്തിനൊപ്പമാണോ എന്നതാണ് ചോദ്യം.
അതിലിപ്പോ ഈ ഞാൻ പറയില്ല, ഞാനൊരു ചെറുപ്പക്കാരനോട് ഒരു ചോദിച്ചു, അല്ല മിനിസ്റ്റർ ഒരു പോഡ്കാസ്റ്റ് തരുമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കുറച്ചൊരു 1.5 മണിക്കൂറാണ്. ഞാൻ പറഞ്ഞ പോഡ്കാസ്റ്റ് നമ്മൾ ഓട്ടത്തിനിടയിലാണ്. ഒരു ഗ്യാപ്പിൽ വന്നിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു 4 ദിവസം കൊണ്ട് അത് 1.5 ലക്ഷം പേരെ കണ്ടേക്കണേ. പിന്നെ നമ്മുടെ ലിങ്ക്ഡിൻ എൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം പോസിറ്റീവായിട്ടുള്ളവർ, മറ്റ് സാമൂഹിക ഫേസ്ബുക്കിൽ പോലും മാറുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മൾ കരുതുന്നത് നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്, ചാനൽ ചർച്ച എല്ലാവരും കാണുന്നുണ്ട്, പത്രം എല്ലാവരും, അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഈ പുതിയ തലമുറ ഉണ്ടല്ലോ, അവര് ഇതൊന്നും അങ്ങനെ കാണുന്നേ ഇല്ല. അവർക്ക് പുതിയ അവസരങ്ങൾ വരണം, പുതിയ സംരംഭങ്ങൾ വരണം, അതിനാവശ്യമായ പരിസരം ഉണ്ടാകണം. ഞങ്ങളുടെ കാഴ്ചപ്പാട് കുറെ കൂടി മാറിയിട്ടുണ്ട്. പഴയ നല്ല ഇപ്പോൾ വ്യവസായം നടത്തുന്നതും ഒരു സോഷ്യൽ പബ്ലിക് ഗുഡാണ്. തൊഴിൽ നൽകുന്നു, സമൂഹത്തിന്റെ ആഭ്യന്തര വരുമാനത്തെ സംഭാവന ചെയ്യുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ സമീപനം എന്നുള്ളത്. നേരത്തെയും അതായിരുന്നു, പക്ഷെ കുറെ കൂടി വ്യക്തതയോടുകൂടി ഇപ്പൊ അതിലേക്ക് വരുന്നു ഒരു എന്നുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഒരു ചിത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആത്മപരിശോധനയും ഈ കാര്യത്തിൽ ആവശ്യമാണല്ലോ. ഇപ്പം നമ്മുടെ ഈ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഒരു അസൻ കേരള മീറ്റ് നടത്തി. അതിലുണ്ടായ വാഗ്ദാനങ്ങൾ പിന്നെ എത്രത്തോളം മുന്നോട്ട് പോയി, അല്ലെങ്കിൽ അതിനെന്താണ് സംഭവിച്ചത്, അത് ശരിക്കും മന്ത്രി വിലയിരുത്തിയിട്ടുണ്ട് കൃത്യമായി? അല്ല, അത് ഒന്നാം സർക്കാരിനെ ഘട്ടത്തില്ല. പക്ഷെ അത് ഒരു അന്തരീക്ഷം ഒരുക്കി. ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഈ പ്രധാനപ്പെട്ട, ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, കണ്ടിന്യൂറ്റി, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അത് പ്രധാനപ്പെട്ടതാണ്. ഒരു സർക്കാരിന്റെ തുടർച്ച. ഞാൻ തുടങ്ങുന്നത് എൻ്റെതില്ല, ഇപിട്ട അടിത്തറയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതിൻ്റെ മുന്നോട്ട് പോകലാണ്. അല്ലാതെ അതിന് നേരെ മറികടക്കേണ്ട കാര്യമില്ല എനിക്ക്. ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. അവരാണ് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, കേസ് ഷിഫ്റ്റ്, 8 നിയമങ്ങൾ ഭേദഗതി ചെയ്ത്, ഒറ്റ നിയമത്തിലൂടെ ഭേദഗതി ചെയ്ത് ഈ MSMEകൾക്ക് ലൈസൻസ് ഇല്ലാതെ 3 വർഷം പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതല്ല, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ അല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അതിന്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം മെച്ചപ്പെടുത്തി 50 കോടി രൂപ വരെ എന്നുള്ള പുതിയ നിർവചനത്തിലേക്ക് എത്തിച്ചു. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എൻ്റെ അല്ല, ഇപിയുടെ സമയത്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ തുടങ്ങിയിട്ടില്ല. അതിന് പ്രായോഗികമായ പ്രശ്നം ഉണ്ടായിരുന്നു. 15 ഏക്കറിന് മുകളിലുണ്ടെങ്കിൽ പ്രൈവറ്റ് എസ്റ്റേറ്റ് പാടുള്ളൂ. ഞങ്ങളത് മാറ്റി 10-നും 10 ഉണ്ടെങ്കിലും കൊടുക്കാം. അപ്പോൾ 31 കൊടുക്കാൻ പറ്റി. പക്ഷെ തുടക്കം അവിടെ നിന്നാണ്. ഇത് തുടർച്ചയാണ്. അല്ലാതെ ഇത് ഞങ്ങളുടെ ഒരു തുടർച്ചയുണ്ട്. തുടർച്ച ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. ഒരു മുഖ്യമന്ത്രി തുടരുന്നു, ഗവൺമെന്റ് തുടർച്ചയാണ്, നയങ്ങൾ തുടർച്ചയാണ്. എന്നാൽ അന്നത്തേലും ഞാൻ പറഞ്ഞല്ലോ, ഈ അസന്റ് ആകാം, അതിന് മുൻപ് നടന്ന ജിമ്മാകാം, ഇതെല്ലാം ഞങ്ങൾ റിവ്യൂ ചെയ്തു. ഒരു നല്ല നയം തുടരുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ തുടർച്ച തന്നെ ആവശ്യമാകണമെന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ തന്നെ അത് UDF അവർ അവകാശപ്പെടുന്നുണ്ട്. അവരുടെ കാലത്ത് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം തുടങ്ങി, അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് 2 പിണറായി സർക്കാരുകളും കൊണ്ടുപോയതെന്ന്. അത് നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തുടരുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനുള്ള ക്രെഡിറ്റ്, ഒരുപക്ഷെ ആ ക്രെഡിറ്റ് അവർക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ സഹകരിക്കാനായിട്ട് ഇടയാക്കിയെന്ന് വരാം. അതുകൊണ്ട് ആ ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പിശുക്കുണ്ടോ? ഒരു പിശുക്കില്ല. ആകെ നമ്മൾ പറഞ്ഞ സ്റ്റാർട്ടപ്പിന്റെ സംവിധാനം തുടങ്ങിയതാണ്. അന്നൊരു സൊസൈറ്റി ആയിരുന്നു, ഒരു പ്രൈവറ്റ് സംവിധാനമായിരുന്നു. അതിന് വേറെ ചില, നിങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടി, ചില അപകടങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കുറെ വിവാദങ്ങൾ അറിയാലോ. അത് മാറിയത് പൊതു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോഴും പുറത്ത് ഈ സംരംഭക ഇത് പറയുമ്പോഴും ഈ എടുത്തു കാണിക്കുന്ന ഇൻഡസ്ട്രീസ്, ഒരു സ്റ്റേറ്റിന് ആവശ്യമില്ല ഇത്രയും ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടെന്ന് മന്ത്രി തന്നെ പറയേണ്ടത്. ഞാൻ പറയാം, ഇത് ഞങ്ങളുടെ മാത്രം സംഭാവനയല്ല, ഇത് കേരളത്തിലുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാവരും ചേർന്ന് പറഞ്ഞുണ്ടാക്കിയത് കേരളത്തിൽ പെട്ടിക്കടിയും ബാർബർ ഷോപ്പും ബീവറേജും മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളും ഞങ്ങളുടെയും സംഭാവനയുണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടാകാം. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ട്, നിങ്ങളെന്ന് പറയാം. ആ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ അവതരിപ്പിക്കുന്ന നിർമ്മിച്ച കേരളം അല്ല യഥാർത്ഥ കേരളം. കേരളം ഇതാണ് കേരളത്തിന്റെ വസ്തുതകൾ. ആ വസ്തുതകൾ നമുക്ക് കൈമാറുമ്പോൾ എന്താ തർക്കമുള്ളത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജിമ്മും ഈ മറ്റേ അവരുടെ 2 സബ്മിറ്റ്, ഞങ്ങളുടെ സബ്മിറ്റ്, ഇന്ത്യയിലാകെ നടന്ന സബ്മിറ്റുകളാകെ നോക്കി. ഇപ്പൊ മധ്യപ്രദേശിലെ സബ്മിറ്റിന്റെ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്റെ കിട്ടിയോ? മധ്യപ്രദേശിലെ സബ്മിറ്റിന്റെ ഒന്ന് ട്വിറ്ററിൽ നോക്കിയാൽ മതി, അവിടെ എങ്ങനെയാണ് സബ്മിറ്റ് നടന്നതെന്നുള്ള അതിന്റെ ചിത്രം വന്നിട്ടുണ്ട്. അപ്പൊ അത് കേരളത്തിലായിരുന്നു എനിക്ക് ഇപ്പം പുറത്തിറങ്ങാനേ പറ്റില്ലായിരുന്നു. പൂരി സബ്ജിക്ക് വേണ്ടിയാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം വന്നത്. ഇത് ഇൻവെസ്റ്റ് സബ്മിറ്റിലാണ്. അവരെ കുറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാ സബ്മിറ്റും നോക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ആദ്യം തന്നെ 21 ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ 2ാമത്തെ യോഗത്തിൽ തീരുമാനിച്ചു, നമുക്കൊരു 3 വർഷം കൊണ്ട് റോഡ് മാപ്പ് ഇട്ടു. 25 ഇൻവെസ്റ്റ് സബ്മിറ്റ്. അതിനെന്തൊക്കെ വേണം, നയങ്ങൾ ഏതൊക്കെ മാറണം, ഏതൊക്കെ പുതുക്കണം, ഏത് ചട്ടം ഭേദഗതി ചെയ്യണം, ഏത് പുതിയ ഉത്തരവുകൾ വേണം, അതിനെന്ത് വേണം, ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി കേൾക്കണം. എല്ലാ ജില്ലയിലും പോയി മീറ്റ് ദ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 ഇൻവെസ്റ്റർ ഞങ്ങൾ നേരിട്ട് കേട്ടു. നിങ്ങളുടെ ഡിഫിക്കൽട്ടീസ് എന്താണ്?
അതിനുശേഷം അപ്പം ഞങ്ങൾ പറഞ്ഞു, വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദ ഗവൺമെന്റ് ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെന്റ്? ഇതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. 2ാം റൗണ്ട് ഞങ്ങൾ ഇത് മാറ്റങ്ങൾ വരുത്തി. ഇവർ പറഞ്ഞതിൽ മിക്കവാറും കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തി. എന്നിട്ട് ഞങ്ങൾ 2ാം റൗണ്ട് തുടങ്ങി. വാട്ട് ക്യാൻ വി ഡു ടുഗദർ ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്? ഇതായിരുന്നു 2ാമത്തെ ചോദ്യം. ഈ 2ാമത്തെ യാത്രയായി കഴിയുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. CII വന്നു, FICCI വന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ വന്നു, ട്രേഡ് യൂണിയനുകൾ വന്നു. ആ ഘട്ടത്തിലാണ് ഇയർ ഓഫ് എന്റർപ്രൈസസ്. 1 ലക്ഷം ടാർഗറ്റ് ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് 1 ലക്ഷം തുടങ്ങുമില്ലെന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, കേരളത്തിൽ സംരംഭം സാധ്യമാകും. ഇതാ പ്രധാന ഒബ്ജക്റ്റീവ്. ആ 1 ലക്ഷം കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്ററുടെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME എന്ന് കിട്ടി. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെക്കഗ്നേഷൻ കിട്ടി. നമ്മളിത് നിങ്ങളുടെ എല്ലാം വിവാദം വന്നപ്പോൾ അപ്പം തന്നെ IIM ഇൻഡോറിനെ ചുമതലപ്പെടുത്തി ഡോക്യുമെന്റ് ചെയ്യാനും. എന്തെങ്കിലും കുറവുണ്ടോ? ഇവിടെ ഞങ്ങളുടെ CMDനെ ചുമതലപ്പെടുത്തി. IIM ഇൻഡോറിന്റെ ഡയറക്ടർ വന്നിട്ടാണ് പ്രസന്റേഷൻ നടത്തിയത്. എന്താണ് ഇതിന്റെ നേട്ടം, എക്കണോമി എങ്ങനെ ബാധിച്ചു, അതൊന്നും നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിലായതുകൊണ്ട്. ഇപ്പോൾ മന്ത്രിക്ക് തന്നെ അറിയാം, കേരളത്തിലായതുകൊണ്ട് ഇവിടെ സ്ഥലം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ വെള്ളം, വൈദ്യുതി, അതിലെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബ്രൂവറിയുടെ പ്രശ്നം തന്നെ വന്നപ്പോൾ വെള്ളത്തിനെ ചൂണ്ടിക്കാട്ടിയാണ് ആളുകൾ അതിനെ എതിർക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. 2, ഇവിടുത്തെ ചൂഷണം നടക്കാത്തൊരു സ്ഥലമാണ്. ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും കേരളത്തെക്കുറിച്ച് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ട് പറയേണ്ടതാണ്. പല ആളുകളും വളരെ കുറഞ്ഞ കൂലി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും കേരളത്തിൽ വരാൻ കഴിയില്ല. അപ്പം അത്തരം കൊല പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ശശി തരൂർ നിർദ്ദേശിച്ചതുപോലെ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് രൂപവൽക്കരിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, ഞാൻ ഈ ഒരു 5000-ഓളം സംരംഭകരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ സംഘടനകളായിട്ട് തുടർച്ചയായി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ല, CM വീണ്ടും ഈ 14-ാം തീയതി ഇവരെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനൊരു ആവശ്യം വന്നിട്ടില്ല. എന്നാൽ അദ്ദേഹം മറ്റു ആവശ്യങ്ങൾ പരിശോധിക്കും. പക്ഷെ നാം കാണേണ്ടത്, കേരളത്തിൽ കൂലി കൂടുതൽ കൊടുക്കുന്നു എന്ന പ്രശ്നം അധികം ഉന്നയിക്കപ്പെടുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി വളരെ വലുതാണ്. എപ്പോഴും ഞാൻ പറയുന്നത്, IBM തുടങ്ങുമ്പോൾ അവരെന്നോട് പറഞ്ഞു 100 പേര് ഒരു വർഷത്തിൽ എടുക്കുള്ളൂ എന്ന്. 1500 1600 പേരെടുത്തു. അതിന് കാര്യം എന്താ? അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങളെ 100 പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു 2 പ്രൊഡക്ടിവിറ്റി ഒരു വർഷത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്തു, സക്സസ്ഫുൾ ടൂൾസ് ഡെവലപ്പ് ചെയ്തു. ഒന്ന് ഡെൽറ്റ എയർലൈൻ വാങ്ങിച്ചു, മറ്റൊന്ന് ഫേസ്ബുക്ക് വാങ്ങിച്ചു. ഒരു 10 കൊല്ലം പ്രവർത്തിക്കാനുള്ള വരുമാനം IBM-ന് നിന്ന് കിട്ടി. ഇപ്പം 3000-ലേക്ക് എത്താണ്. 3000 IBM-ന്റെ ജോലി എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ശരാശരി എന്ന് പറഞ്ഞാൽ 600 കോടിയായി. അപ്പൊ അതോടുകൂടി സമ്പദ്ഘടന മാറും. മറ്റേ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ 10,000 പേര് ജോലി ചെയ്ത് 10,000 രൂപ കൊടുത്താൽ 120 കോടി ഒരു വർഷം കിട്ടാം. അപ്പൊ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇത്തരം പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ഉദ്ഘാടനത്തിന്റെ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതിൽ സാധ്യമാകാവുന്നെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ഇവരെ കേട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ 14-ാം തീയതി ഇരിക്കുമ്പോൾ ഇവരുടെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുക മാത്രമല്ല, ഇത് ഈ ഇൻവെസ്റ്റ്മെന്റ് റിയലിസ്റ്റിക് ആക്കണം. കൺവേർഷൻ റേറ്റ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, 10-15 ഇന്ത്യയിലാകെ. നമുക്കൊരു 60% മുകളിലെങ്കിലാകണം. അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതാണ് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി തന്നെ അതിനുശേഷം ഇത് 3-ാം തീയതിയാണ്, 14-ാം തീയതി 3-ാം തീയതി ഇവർ യോഗം വിളിക്കുന്നുണ്ട്. 14-ാം തീയതി മുഖ്യമന്ത്രി എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളെയും വിളിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയും. അദ്ദേഹം പിന്നെ ട്രേഡ് യൂണിയൻ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇന്നലെ ഞങ്ങളുടെ റിവ്യൂ ആയിരുന്നു. ഡാഷ്ബോർഡ് തന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ 1.52 ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ 1.74 എത്തി. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ 1,74,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലാണ് ഇത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഡാഷ്ബോർഡിലേക്ക് ഒരു ഫിൽറ്ററിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് നിന്നാൽ എനിക്ക് ജോണിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, കുറച്ച് സമയം ഈ പോസിറ്റീവായിട്ടുള്ള ഇത്തരം മറ്റെല്ലാവർക്കും വ്യവസായങ്ങൾക്ക് നിങ്ങൾക്കും നല്ലതാണല്ലോ. ഇതിൽ വന്നത് എന്താണ് സംഗതികൾ, ഏതൊക്കെ വരാൻ പോകുന്നു. എൻ്റെ മനസ്സിലുള്ളത് മാർച്ചിലെങ്കിൽ ആദ്യത്തെ ഒരെണ്ണത്തിന് കല്ലിടണമെന്നാണ്. മാർച്ച് ഏപ്രിൽ ആദ്യത്തെ ഒരെണ്ണത്തിനെങ്കിലും കല്ലിടണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിപ്പോൾ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ വയ്ക്കുക, ഈ വന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക. MSME തന്നെ മറ്റേ പറഞ്ഞോളൂ, ഇതാ ഇങ്ങനെ സംവിധാനങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, പരാതി വരുമ്പോൾ നിയമം കൊണ്ടൊരു സ്റ്റാറ്റ്യൂട്ടറി ഞാൻ പറഞ്ഞ ഗ്രീവൻസ് റീ അഡ്രസൽ മെക്കാനിസം ഉണ്ടാക്കി. ഒരു പരാതിയാണ് 3 കൊല്ലം കൊണ്ട് കിട്ടിയത്. ആർക്കും അറിയില്ല. എന്തായാലും ഈ നിക്ഷേപ വാഗ്ദാനങ്ങളായിട്ട് നിൽക്കുന്നുണ്ടോ, അതെല്ലാം സഫലമാകുന്നുണ്ടോ എന്ന് എന്തായാലും മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ നോക്കും. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏറെയും, നമ്മളൊരു ഗ്ലോബൽ സമ്മിറ്റ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വാഗ്ദാനങ്ങൾ ഏറെയും കേരളത്തിൽ നിന്നുള്ള
ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ആണ് എന്നത് വാസ്തവമല്ലേ? അത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. കുറച്ചും കൂടെ പുറത്തുനിന്ന് വരേണ്ടിയിരുന്നില്ലേ? അല്ല, ആ, കേരളത്തിൽ നിന്നും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ ശക്തിപ്പെട്ടു എന്ന് പോസിറ്റീവായിട്ടും കാണാം. അല്ല, പോസിറ്റീവായിട്ട് ഏറ്റവും ഉള്ളതുകൊണ്ട് വലുത് തന്നെ പറഞ്ഞു. അദാനിയുടെ ആണല്ലോ ഏറ്റവും വലുത് വന്നത്. പിന്നെ ഷറഫ് ഗ്രൂപ്പ് ഇപ്പോ ഈ മീഡിയ സെർച്ച് ചെയ്ത് നോക്കിയാൽ 6 കപ്പലാണ് ചൈനയിൽ നിന്ന് പുള്ളി ഇപ്പോൾ വാങ്ങിയേക്കുന്നത്. ഇപ്പൊ അദാനിയുടേത് പക്ഷെ നേരത്തെ തന്നെ അദാനിയല്ല, വിഴിഞ്ഞം അദാനിയുടേത് വിഴിഞ്ഞം പോർട്ടിന്റെ നേരത്തെ തന്നെ ഉള്ളതല്ലേ 20,000 കോടി? ഷറഫ് ഗ്രൂപ്പ് അവർ 5,000 കൊണ്ടുണ്ടെങ്കിൽ ഈ 6 7 കപ്പലാണ് ചൈനയിൽ നിന്ന് വാങ്ങിയേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതുണ്ട് കേരളത്തിലുണ്ട്. ഇനി കേരളത്തിൽ ഇതേപോലുള്ള ചരിത്രം നോക്കിക്കോളൂ. കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ പ്രധാന സംഭാവന കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. അവർ കേരളത്തിൽ നിന്ന് ലോകത്തിലേക്ക് കൊടുക്കുന്നത്. അഗാപ്പെ കേരളത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് MNC ആയി. ഡെൻകെയർ കേരളത്തിലെ ഒരു വില്ലേജിൽ നിന്ന് ലോക ഇതായി. തെർമൽ പെൻബോൾ ഇവിടുത്തെ വില്ലേജിൽ നിന്ന് ലോകത്തിലായി. അവർ ബഹുരാഷ്ട്ര രൂപത്തിലേക്ക് വളരട്ടെ കേരളത്തിലെ കമ്പനികൾ. അതിനു കൂടി നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ കുറെ നേതാക്കളും പ്രവർത്തകരും എല്ലാം ഉണ്ട്. അപ്പൊ അവരുടെ ക്രിയാത്മക എനർജി ഏതെങ്കിലും വഴിക്ക് തിരിച്ചു വിടണം എന്ന് മന്ത്രിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം കുറെ കാലമായിട്ട് ഡിവൈഎഫ്ഐ വളരെ നല്ല സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും അറിയപ്പെടുന്നത് മുമ്പ് പറഞ്ഞതുപോലെ നല്ല എത്ര കാര്യം ചെയ്തു കഴിഞ്ഞാലും പിന്നെ അറിയപ്പെടുന്നത് ആ കാര്യത്തിന്റെ പേരിലല്ല, ചില വയലന്റ് ആയിട്ടുള്ള സമരങ്ങളുടെ പേരിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നത്. അത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡിവൈഎഫ്ഐ ഇനിയുള്ള കാലത്ത് അവരുടെ ക്രിയാത്മകമായ എനർജി എങ്ങനെയാണ് തിരിച്ചു വിടേണ്ടത്, ആ മാറ്റം അവരെങ്ങനെയാണ് പ്രകടമാക്കേണ്ടത്? നമ്മൾ അവർക്ക് പറയണ്ട, അവർ നമ്മൾ പഠിക്കേണ്ട കാലം. ഇപ്പൊ മാവോസ് ഒരു പുതിയ തുടക്കമല്ലേ. ലോകത്തിലെ യുവജന സംഘടനകൾക്കുള്ള മനോഹരമായൊരു തുടക്കം ഡിവൈഎഫ്ഐ നൽകിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഇനിയിപ്പോ അവരുമായി സംവദിക്കുമ്പോൾ ഈ പുതിയ തലമുറയിൽ നിന്ന് എനിക്കെന്തെങ്കിലും പഠിക്കാനുണ്ടോ മുന്നോട്ടുള്ള യാത്രയിൽ ഇവരിൽ നിന്ന്? അതുകൊണ്ട് ഞാൻ ഈ മാവോസോ കഴിഞ്ഞാൽ ഇവർ സെലക്ട് ചെയ്യുന്ന ഒരു 50 ചെറുപ്പക്കാരുമായിട്ട് ഒരു മണിക്കൂറോ ഒക്കെ ഇരുന്ന് ഒന്ന് സംവദിക്കാം. ഇതെങ്ങനെ കേരളത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാം. എല്ലാം നന്നായി നടക്കട്ടെ. ഈ പറഞ്ഞതിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ ചെയ്യും.